തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ഒപ്പത്തിനൊപ്പമാണ് ഇരു മുന്നണികളും. കൂടുതൽ വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടർമാരിലേക്ക് പോകുന്നു. ആദ്യം മുഹമ്മദ് ഷംസീർ മലപ്പുറത്ത് നിന്ന്. ഷംസീർ, മലപ്പുറത്തെ മത്സര ഫലം എങ്ങനെയാണ്? നിഷാദ്, രണ്ടിടത്താണ് മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് വാർഡുകളിൽ. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പങ്കുവെക്കേണ്ടത് തിരുനാവായ പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വാർത്തയാണ്. അവിടെ LDFന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായുള്ളത്. അതിലും പ്രധാനപ്പെട്ടത് അവിടെ സിറ്റിംഗ് സീറ്റ് LDFനായിരുന്നു. അതിൽ LDF ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ വരുന്നത്. UDF സ്ഥാനാർത്ഥി 695 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ FDPI ആണ് ഈ വാർഡിൽ 8-ാം വാർഡിൽ രണ്ടാമത് വന്നിരിക്കുന്നത്. 435 വോട്ടുകളാണ് FDPI നേടിയിരിക്കുന്നത്. 3-ാം സ്ഥാനത്തേക്ക് LDF സ്ഥാനാർത്ഥി വന്നു എന്നുള്ളതാണ്. 192 വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥിക്ക് അവിടെയുള്ളത്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് നടന്നത് കരുളായി പഞ്ചായത്തിലാണ്. അവിടെ വാർഡ് 12 ചക്കിട്ടമലയിൽ UDF ആണ് ജയിച്ചിരിക്കുന്നത്. UDFന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായിരുന്നു. വിപിൻ കരുവാട് എന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത്. 397 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കരുളായി പഞ്ചായത്തിലെ 12-ാം വാർഡിൽ UDFനുള്ളത്. നിഷാദ്. ശരി, ഷൈജു ആലപ്പുഴയിൽ നിന്ന്. ഷൈജു, ആലപ്പുഴയിലെ മത്സര ഫലങ്ങൾ എങ്ങനെയാണ്? ആലപ്പുഴയിൽ 2 വാർഡുകളിലേക്ക്, അതായത് അത് രണ്ടും കുട്ടനാട്ടിലെ 2 പഞ്ചായത്തുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലും കാവാലം ഗ്രാമപഞ്ചായത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ കൂറുമാറ്റത്തിന് അയോഗ്യനാക്കിയ സീറ്റിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ UDFൽ നിന്ന് ജയിച്ച അംഗം കൂറുമാറി LDFന് പിന്തുണ കൊടുത്ത 3-ാം വാർഡ് അംഗത്തെ അയോഗ്യയാക്കിയിരുന്നു. എന്നാൽ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് UDF പിടിച്ചെടുക്കുകയായിരുന്നു. UDFന്റെ വിജയം 15 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായി എന്നത് ഒരു മധുര പ്രതികാരം എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ കാവാലം ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. LDFന്റെ സിറ്റിംഗ് സീറ്റ് 171 വോട്ടുകൾക്ക് വിജയിച്ച് LDF നിലനിർത്തി. 2 പഞ്ചായത്തിലും ഭരണമാറ്റങ്ങളോ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല. ഇതിൽ ഒന്ന് LDFും ഒന്ന് UDFും ജയിച്ചു എന്നാണ് ആലപ്പുഴയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ശരി, ഷൈജു ആണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. നന്ദുഷ പത്തനംതിട്ടയിൽ നിന്ന്. പത്തനംതിട്ടയിൽ എവിടെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്? നന്ദുഷ, ഫലം എങ്ങനെയാണ്? നിഷാദ്, പത്തനംതിട്ട ജില്ലയിൽ 3 ഇടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പത്തനംതിട്ട നഗരസഭയിലും അതോടൊപ്പം അയിരൂർ പുറമറ്റം പഞ്ചായത്തുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 3ഉം LDF വിജയിച്ച വാർഡുകളായിരുന്നു. എന്നാൽ ഇവിടെ അയിരൂർ പഞ്ചായത്തിൽ 16-ാം വാർഡിൽ LDFിൽ നിന്നും UDF സ്ഥാനാർത്ഥി പ്രീത ബി നായർ 106 വോട്ടുകൾക്ക് LDFിൽ നിന്നും UDF സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ്. പ്രീത ബി നായരാണ് വിജയിച്ചത്. 106 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അയിരൂർ പഞ്ചായത്തിലെ UDFന്റെ വിജയം. എന്നാൽ പത്തനംതിട്ട നഗരസഭയിലെ 15-ാം വാർഡിലും പുറമറ്റം പഞ്ചായത്തിലെ 1-ാം വാർഡിലും LDF സീറ്റ് നിലനിർത്താനായി. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പത്തനംതിട്ട നഗരസഭയിലെ 15-ാം വാർഡിൽ 3 വോട്ടുകൾക്ക് മാത്രമാണ് LDF വിജയിച്ചത്. ഒരുപക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പത്തനംതിട്ട നഗരസഭയിലെ 15-ാം വാർഡിൽ നടന്നത്. ബിജിമോൾ മാത്യു ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ 3 വോട്ടുകൾക്ക് പത്തനംതിട്ട നഗരസഭയിലെ ഈ 15-ാം വാർഡിൽ വിജയിച്ചത്. ആകെ നോക്കുമ്പോൾ 3 ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 സീറ്റുകളിൽ 2 LDF വിജയിച്ചു. ഒരിടത്ത് LDF സീറ്റ് UDF പിടിച്ചെടുക്കുകയും ചെയ്തു. നിഷാദ്. ശരി, സിജോ വർഗീസ് ആണ് ഇനി വിവരങ്ങൾ നൽകാൻ എന്നോടൊപ്പം ഉള്ളത് ഇടുക്കിയിൽ നിന്ന്. സിജോ, ഇടുക്കിയിൽ എവിടെയൊക്കെയാണ് ഇലക്ഷൻ നടന്നത്? നിഷാദ്, ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ദൈവമ്മയുടെ വാർഡ് LDF പിടിച്ചെടുത്തിട്ടുണ്ട്. LDFിലെ ബീന ബിജു 7 വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു. UDFിൽ നിന്ന് ഒരംഗം കൂറുമാറി LDFിലേക്ക് ചേർന്നതോടുകൂടിയാണ് ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അയോഗ്യയാക്കുകയും പിന്നീട് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തത്. ഇതോടുകൂടി ഇരു മുന്നണികൾക്കും LDFിനും UDFിനും 9 സീറ്റ് വീതമായി നിലവിൽ UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പക്ഷേ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാനോ അതിനുമായി ബന്ധപ്പെട്ട സമയപരിധി ഇല്ലാത്തതിനാൽ അതുമായി ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യത നിലവിൽ ഇപ്പോൾ പഞ്ചായത്തിൽ ഇല്ല. ശരി.